ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി LDFകാർ നടത്തുന്ന ക്ലിഫ് ഹൗസ് ഉപരോധത്തെ ആകെ കുഴപ്പത്തിലാക്കിയത് സന്ധ്യ എന്ന വീട്ടമ്മയാണല്ലോ. ആ ദുരന്ത സംഭവത്തിന് ശേഷം ക്ലിഫ് ഹൗസ് ഉപരോധം സന്ധ്യക്കെതിരെയാക്കി കളഞ്ഞു സഖാക്കൾ. എല്ലാവരും പ്രസംഗിക്കുന്നത് സന്ധ്യയെക്കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടിയും സോളാറും സരിതയുമൊന്നും അവർക്ക് വേണ്ട. സന്ധ്യയെ ശരിപ്പെടുത്തലാണ് മുഖ്യ അജണ്ട. സാഹിത്യ കുതുകിയായ ബേബി ജോൺ സഖാവ് മുതൽ പ്രസംഗരസികനായ ഉഴവൂർ വിജയൻ വരെയുള്ളവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഈ സരിതയുടെ ദുർഭൂതങ്ങളുടെ അരങ്ങേറ്റം കാത്തുകാത്തിങ്ങനെ നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം സരിതോർജത്തിന്റെ പുതിയ രീതിയിലുള്ള ഒരു നാടകാവതരണം നടന്നല്ലോ സമരരംഗത്ത്. നാടകാവതരണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല വരെ. അപ്പൊ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ കൊച്ചൗസ് ഇത്ര കൊച്ചാന്ന് തമ്മിൽ ഇപ്പോഴാണ് മനസ്സിലായത്. കൊച്ചൗസ് ചെറ്റാലപ്പുള്ളി 5 ലക്ഷം റുപ്യ റോക്കം എന്തിനായി കാശ് കൊടുത്തെന്ന് ചോദിച്ചു. ഒരു സംശയമില്ല, സരിതയ്ക്ക് ശിക്ഷിക്കണം കേസും കൂടി ഒത്തുതീർപ്പാക്കാനാണ് ഈ കാശ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അവർ കഴിഞ്ഞ ഒരു നല്ല കോൺഗ്രസ്സുകാരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ മുരളീധരന്റെ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബ്ലൗസിൽ കൈപ്പത്തിയുടെ ചിഹ്നവും കുത്തി നടന്ന് വോട്ട് പിടിച്ച ആളാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 100 രൂപ പിരിവെടുത്തോണ്ടാണ് വന്നത്. 100 രൂപ പിരിവെടുത്താണ് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടെ വന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഇത് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ കേരളത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. ഏത് പാർട്ടിക്കാർ വന്നാലും സംഭാവന പിരിക്കാൻ വന്നാൽ അവർ കാശ് കൊടുക്കും. അത് നാട്ടിലുള്ള പൊതു സംസ്കാരമാണ്. ഒരു വീട്ടമ്മയുടെ മുന്നിൽ ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം സന്ധ്യയുടെ വീട്ടിലെ വാഴകൾ വെട്ടി നശിപ്പിച്ചാണ് ചിലർ പ്രതിഷേധിച്ചത്. വാഴ വെട്ടിയത് സഖാക്കളാണെന്ന് ശത്രുക്കളും പറഞ്ഞു നടക്കുന്നു. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം പോലെ, പൂരപ്പറമ്പിലെ മുച്ചീട്ടുകളി പോലെ ഈ കോലാഹലത്തിനടക്കൊരു കച്ചവടം നടത്തിക്കളയാം എന്ന് തീരുമാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറപ്പെട്ടോ. പിന്നെ വാഴ വെട്ടി, എന്തിനോ ആ വാഴ വെട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആ വലിയ ഒരു ദേശീയ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ അവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുന്ന പോലെ എന്നൊക്കെയുള്ള ഒരു ഒച്ച കേൾക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തോടു കൂടി വാഴ ഇങ്ങനെ വെട്ടി വെട്ടി തുണ്ടമാക്കി കളഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രചരണം ഈ സമരത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 5 ലക്ഷം ചെലവാക്കി 50 ലക്ഷത്തിന്റെ ലാഭമുണ്ടാക്കിയത് ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പാണ്. ചാക്ക് രാധാകൃഷ്ണൻ ദേശാഭിമാനിയിൽ പ്ലീനകാലത്ത് പരസ്യം കൊടുത്ത് ശ്രദ്ധ നേടിയത് കണ്ട് പഠിച്ച ചിറ്റിലപ്പള്ളി കലക്കവെള്ളത്തിലേക്ക് ഒരു 5 ലക്ഷം അങ്ങിട്ടുകൊടുത്തു. ഉപരോധക്കാരെ കൊണ്ടും ചിറ്റിലപ്പള്ളി എന്ന് ആവർത്തിച്ച് പറയിച്ചു. ഞാനിന്ന് ഇവിടെ വരാൻ തന്നെ കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വേറെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചിറ്റിലപ്പള്ളി 5 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത്. ഇങ്ങനെ വെറുതെ കാശ് കൊടുക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും അല്പം ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഇവിടെ വരെ അദ്ദേഹത്തെ കണ്ടിട്ട് പോകാം. അന്നേരമാണ് അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ലുങ്കിയുമായി ബന്ധപ്പെട്ട വിൽ ഗാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി നിൽക്കുകയാണ് എന്നറിഞ്ഞത്. ചിറ്റിലപ്പള്ളി എന്നത് നല്ല പേരാണ്, പക്ഷെ അത് ചെറ്റലപ്പള്ളി എന്നാക്കാൻ അദ്ദേഹം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൊച്ചൗസേപ്പും വല്ല സ്നേഹമുള്ള പേരാണ്, പക്ഷെ അത് വലിയ ഔസേപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് മോശമാണ്. ഇന്നൊരു പത്രത്തിൽ കണ്ടു, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് വീണ ഒരു മനുഷ്യന് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹം ഇപ്പം എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ഇവിടെ കൊടുത്തത് നന്നായി, ഒരു ചെറിയ സഹായം എനിക്കൂടെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നതും കാണാനിടയായി. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ചീപ്പായ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പൊ അദ്ദേഹം രക്ഷപ്പെട്ടു. 5 ലക്ഷം രൂപ കൊടുത്താൽ ചാനലിലും പത്രങ്ങളിലും ഇത്രയും പബ്ലിസിറ്റി വരുമോ? അതുകൊണ്ട് അദ്ദേഹം ഒരു ചാക്ക് രാധാകൃഷ്ണനാകാൻ ശ്രമിക്കരുത് എന്നാണ് വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പിന്നെ വീട്ടമ്മയെ കുറിച്ചൊന്നും പറയുന്നില്ല, അത് കേസ് വേറെയാണ്. പ്രത്യേകിച്ച് ചാനലുകാർ പോയിട്ടുമില്ല. എം എം മണിയാച്ചാന് പറ്റിയതുപോലെ അങ്ങനെ ഒരു ഇവര് നമ്മുടെ ആളുകളെ എന്നാൽ പോലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവര് വീട്ടമ്മയായതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കട്ടെ. ഇടയ്ക്ക് പിന്നെ വന്ന് കാര്യങ്ങൾ ഇവിടുത്തെ കാര്യം കൊണ്ട് നോക്കുന്നു. ഏതായാലും വന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ആരും ഇവിടെ വന്ന് ചാടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കുതിരപ്പുറത്തായിരിക്കും ചാൻസ് റാണി വരുന്ന പോലെ ഇങ്ങനെ വന്ന് വാളൊക്കെ എടുത്ത് നമ്മുടെ കഴുത്തൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ആ
പോവുകയും അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ കൊള്ളാം, നല്ല ഗംഭീരമായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വീണ്ടും 5 ലക്ഷം കിട്ടുമല്ലോ 10 ലക്ഷം കിട്ടുമല്ലോ എന്ന് കരുതി പലരും രംഗത്ത് വന്ന LDF ഉപരോധത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താടക സന്ധ്യയുടെ രൂപത്തിൽ വന്ന് സഖാക്കളുടെ കഴുത്ത് ഞെരിക്കുമോ എന്ന പേടി ഉഴവൂർ വിജയനുമുണ്ട്. ക്ലിഫ് ഹൗസ് ഉപരോധത്തിൽ സന്ധ്യയുടെ പ്രകടനം കണ്ട് ഉമ്മൻചാണ്ടിക്ക് വലിയ സന്തോഷമായത്രേ. കല്ലേറുകൊണ്ട് മനം മുറിഞ്ഞു നടക്കുന്ന ചാണ്ടിയുടെ വേദന സന്തോഷമാക്കി മാറ്റിയ ഇടതുമുന്നണിക്കാർക്ക് ഒത്തുതീർപ്പിനേക്കാൾ വലിയ സന്തോഷമായി. ഉമ്മൻചാണ്ടിക്ക് വലിയ സന്തോഷമായി പോയി. ഒത്തിരി നാളായ കല്ലിന്റെ വരവ് തന്നെ നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നമ്മൾ സാധാരണ രീതിയിലല്ലല്ലോ ഇപ്പൊ കല്ലിന്റെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് വലിയ സന്തോഷമായിട്ടാണ് അവര് നിൽക്കുന്നത്. ഏതായാലും അതിന്റെ വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കല്ല് തന്നെ വന്നതെന്ന് പറഞ്ഞാൽ വലതുവശത്തെ ചില്ല് പൊട്ടിച്ചകത്തോട്ട് കയറുന്നു. അപ്പോൾ വലതുവശത്തിരിക്കുന്ന KC ജോസഫിനെ കണ്ടപ്പം കല്ലിന് നാണായിപ്പോയി. ശരീരമൊക്കെ കണ്ടപ്പോൾ അടിച്ചിട്ട് മുട്ടണ്ടെന്ന് വിചാരിച്ചു. ഉടനെ ആ കല്ല് നേരെ ഉമ്മൻചാണ്ടിയുടെ മൂക്കിന് നേരെ പോയി. വലിയ മൂക്കാണല്ലോ ഉമ്മൻചാണ്ടിയുടെ, പക്ഷെ മുട്ടിയില്ല. അത് ചെന്ന് ചില്ലേ മുട്ടി. അവിടുന്ന് ഒരു ചില്ലിന്റെ കഷ്ണം വന്ന് ഉമ്മൻചാണ്ടിയുടെ നെറ്റിയെ മുട്ടി. എന്നിട്ടും കല്ല് അതുകൊണ്ട് അരിച്ചം തീരഞ്ഞിട്ട പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്നതുപോലെ പിന്നെയും ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് കണ്ണന്റെ കസേരയിൽ കയറിയുന്ന സിദ്ദിഖിന്റെ കൈയുടെ വിരലിനിടയിൽ ഇക്കിളി കുത്തിയതിനു ശേഷം ആ കല്ല് ഇടതുവശത്തെ ചില്ല് പൊട്ടിച്ച് കണ്ണൂരിലേക്ക് ചാടുകയും കണ്ണൂരിൽ നിന്ന് അത് വയനാട്ടിലേക്ക് ചാടുകയും വയനാട്ടിൽ നിന്ന് ആ കല്ല് തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം ഉമ്മൻചാണ്ടി നെഞ്ചു തുറന്ന് കാണിക്കുന്നു. പത്രത്തിലും ചാനലിലും ഒക്കെ ഇങ്ങനെ കുങ്കുമത്തിന്റെ കളറുള്ള അദ്ദേഹത്തിന്റെ നെഞ്ച് വലിയ കല്ലാണ്. പാറമട എന്നൊക്കെ വീഴുന്ന കല്ല് പോലെയാണ്. പിന്നെ എന്റെ നെഞ്ചും കൂടും എന്റെ തൊലിക്കട്ടിക്കും കട്ടിയുള്ളത് കൊണ്ട് സ്കിൻ അവാർഡ് UN അവാർഡ് കിട്ടിയ ആളായതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നതെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഈ മേക്കപ്പ് എത്രയോ നാള് കണ്ടതാ. ഒരു ദിവസം ഗണേശന്റെ മുഖം കണ്ടപ്പോ 12 ലോറി കയറുകയെന്ന് ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോ മോഹൻലാൽ നടക്കുന്ന പോലെ അദ്ദേഹം നടന്നു പോകുക. അതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ പലവട്ടം ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, നേരിട്ട് കാണുമ്പോൾ ഞാൻ അങ്ങേരോട് പറയും, രാജിവെക്ക്, നമുക്കതാ നല്ലത്. ഇവിടെ നമ്മുടെ അറിയാമല്ലോ കോടതി കേസ് വന്ന് അതൊക്കെ നല്ല നിലയിൽ വന്നാലും പിന്നെ ഒരു സൽപ്പേരല്ലേ. ക്ലിഫ് ഹൗസ് ഉപരോധത്തിന്റെ മുഖ്യ വിഷയമായ സോളാർ തട്ടിപ്പിന്റെ കാലത്ത് KC ജോസഫിനുണ്ടായ സ്വപ്നത്തെക്കുറിച്ചാണ് ഇനി. ഉമ്മൻചാണ്ടി മാറിയാൽ തനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് KC ജോസഫ് സ്വപ്നം കണ്ടു അത്രേ. ബൈബിളിലെ പഴയ നിയമത്തിലെ ജോസഫിനെയാണ് ബേബി ജോണിന് ഓർമ്മ വരുന്നത്. സാക്ഷാൽ ജോസഫിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ജോസഫിന്റെ സ്വപ്നങ്ങളാണ് കടുപ്പപ്പെട്ട സ്വപ്നങ്ങളാണ്. ബൈബിളിലെ പഴയ നിയമത്തിലെ ജോസഫ് കണ്ട സ്വപ്നം പോലെയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി ജോസഫ് സ്വപ്നം കണ്ടത്. പഴയ ജോസഫ് സ്വപ്നം കണ്ടത് എങ്ങനെയാണല്ലോ? പഴയ ജോസഫ് സ്വപ്നം കണ്ടു യാക്കോബിന്റെ മകൻ ജോസഫ്. ഒരു ദിവസം ജോസഫ് സ്വപ്നം കണ്ടു വളഞ്ഞ പാടത്ത് കൊയ്ത്ത് നടക്കുക. കൊയ്ത കറ്റകളെല്ലാം കൂട്ടിവെച്ചിരിക്കുന്നു. അത്ഭുതകരമായ വിധത്തിൽ ജോസഫിന്റെ കറ്റ നിവർന്നു നിൽക്കുന്നു. നിവർന്നു നിൽക്കുന്ന ജോസഫിന്റെ കറ്റയെ മറ്റ് കറ്റകളെല്ലാം ചുറ്റോട് ചുറ്റും നിന്ന് തൊഴുതു വന്നിക്കുന്നു. ഇതാണ് ജോസഫ് കണ്ട സ്വപ്നം. ജോസഫ് കണ്ട സ്വപ്നം മാതാപിതാക്കളോട് പറഞ്ഞു, ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്റെ പൊന്ന അപ്പോ അമ്മേ, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. ജോസഫിന്റെ സഹോദരങ്ങൾ ചോദിച്ചു, അപ്പോ നിന്റെ മാതാപിതാക്കളും ഞങ്ങൾ സഹോദരങ്ങളും എല്ലാം നിന്നെ തൊഴുതു വന്നിക്കുന്നു എന്നാണോ നീ കണ്ട സ്വപ്നം? ജോസഫിന് വിശദീകരണം ഉണ്ടായി. അടുത്ത ദിവസം ജോസഫ് വീണ്ടും സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതിനേക്കാൾ വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ജോസഫ് മാതാപിതാക്കളും സഹോദരങ്ങളോടും പറഞ്ഞു, സൂര്യചന്ദ്രന്മാരും താരാഗണങ്ങളും എന്നെ വണങ്ങുന്നതായിട്ട് അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സഹോദരങ്ങൾ പ്രകോപിതരായ സഹോദരങ്ങൾ വീണ്ടും ചോദിച്ചു, അപ്പൊ നിന്റെ മാതാപിതാക്കൾ സൂര്യചന്ദ്രന്മാരായി നിന്റെ സഹോദരങ്ങൾ താരാഗണങ്ങളായി നിന്നെ വണങ്ങുന്നു എന്നാണോ നീ കണ്ട സ്വപ്നം? ജോസഫിന് വിശദീകരണങ്ങൾ ഉണ്ടായില്ല. പക്ഷെ സഹോദരങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടിയാണ് അരിശം പിടിച്ച സഹോദരന്മാർ ഈജിപ്തിലേക്കുള്ള യാത്രാ മധ്യത്തിൽ സ്വന്തം സഹോദരനായിട്ടുള്ള ജോസഫിനെ മരുഭൂമിയിലെ കണക്കിലെറിഞ്ഞ് കൊല്ലാൻ പോകുന്നത്. ഏകദേശം ഇതുപോലുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ജോസഫിന് വന്നു പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ചങ്ങാതിമാർ പറയുന്നത്. നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് എങ്ങനെ ബന്ധം നിനക്ക് അറിഞ്ഞൂടാ.
സന്ധ്യയെക്കുറിച്ചും സമരക്കാരുടെ പേടിയെക്കുറിച്ചും മാത്രം പറഞ്ഞാൽ പോരല്ലോ. വെപ്പ് സോളാർ സമരം എന്നായതിനാൽ സരിതയെക്കുറിച്ചും 2 വർത്തമാനം പറയണം. സരിതയെയും കേന്ദ്രമന്ത്രിമാരെയും കുറിച്ച് ഉഴവൂർ വിജയന് ചിലതൊക്കെ പറയാനുണ്ട്. സരിതയുടെ കാര്യമൊക്കെ പറഞ്ഞു മടുത്തതാണ്. സരിതയ്ക്ക് എന്തിനാ വെറുതെ ഞാനൊരു പബ്ലിസിറ്റി കൊടുത്ത് അവിടെയും കൊണ്ട് ആരെങ്കിലും കാശ് കൊടുത്ത് പിന്നെ ആരൊരു പ്രശ്നമാകേണ്ട. പിന്നെ ഈയിടെ ഒരു മന്ത്രി എന്നെ കണ്ടപ്പോ പറഞ്ഞു, എന്നെ പോലെ വിജയൻ എല്ലാ സ്ഥലത്തും ഞാൻ രാത്രി 12 മണിക്ക് സരിതയെ വിളിച്ച് ഊർജ്ജം തരണമെന്ന് പറഞ്ഞു എന്ന് കേട്ടല്ലോ, മഹാമോശമായി പോയെന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പത്രത്തിൽ കണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ഉള്ളത് പറ. പ്രത്യേകനോട് പറഞ്ഞു, ഞാൻ രാത്രി 12 മണിക്കല്ല വിളിച്ചത്, ഞാൻ പകൽ 12 മണിക്കാണ് വിളിച്ചത്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ കേന്ദ്രമന്ത്രിമാരിൽ ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ രാത്രി 12 മണിക്ക് കിട്ടിയപ്പോ പിന്നെ ഞാൻ വിളിക്കുന്നവരെ അങ്ങ് സംസാരിച്ചു. അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെന്തെങ്കിലും ആകട്ടെ. പിയുടെ തന്നെ ഒരു വക്കീൽ പറഞ്ഞു, ആ മന്ത്രിമാര് 3 മന്ത്രിമാരുടെ കാസറ്റ് ഉടനെ ഇറങ്ങും. അപ്പൊ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോ നമ്മൾ കാത്തിരിക്കുന്നവരെ ഉടൻ വരും എന്ന് വിചാരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. പക്ഷെ ഇതുവരെ പുറത്തു വന്നില്ല. ഞാൻ ഈയിടെ ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചു, എന്താ പുറത്തു വരാത്തത്? അതിന്റെ പൊന്നിലേട്ടാ മ്യൂസിക് കയറ്റാൻ കൊടുത്തിരിക്കുകയാണ്, അത് ഉടനെ കിട്ടത്തില്ല. മ്യൂസിക് ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു രസമില്ലെന്നേ. അതും കേന്ദ്രമന്ത്രിയും കൂടെ ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് ഹിന്ദി ഡയലോഗും കയറ്റാനുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ പുറത്തു വരാത്തത് എന്നാണ് പറയുന്നത്. 140 ദിവസം കഴിയുമ്പോഴേക്കും ഉമ്മൻചാണ്ടി സോളാറൊക്കെ അട്ടിമറിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയേക്കും. അപ്പോഴും ഇടതുമുന്നണി ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടരുമോ എന്ന് കണ്ടറിയാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ആം ആദ്മിയുടെ 2ാം വരവ്. മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങൾ അഴിമതി ചെയ്യോടാ പുല്ലന്മാരെ.